എല്ലാത്തിൻ്റെയും നമുക്ക് കൊടുക്കാനുള്ള കുടിശ്ശികൾ കൊടുത്തു തീർക്കും. ഒരു മെഡിക്കൽ ഉപകരണം തിരിച്ചെടുക്കേണ്ടി വരില്ല. നമുക്ക് ആരോഗ്യത്തിൻ്റെ കഴിഞ്ഞെങ്കിൽ വ്യവസ്ഥയിലേക്ക് കിടക്കാം. അല്ല, അതുകൊണ്ടാണ് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. എങ്കിൽ തന്നെ എല്ലാത്തിനും മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്ന സമ്പ്രദായം നിൽക്കും. പിന്നെ അതോടൊപ്പം നേരത്തെ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്ത് അന്ന് അനുവദിച്ച മെഡിക്കൽ കോളേജുകൾ 2 നിർത്തലാക്കി. തിരുവനന്തപുരം, ഹരിപ്പാടും. അത് രണ്ടും പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിപ്പോഴൊരു മെഡിക്കൽ കോളേജ് ആയിട്ടില്ല. ധാരാളം പരിമിതികളുണ്ട്. അതിലേറ്റവും പ്രയാസം നേരിടുന്നത് വയനാടാണ്. വയനാട് UDF സർക്കാരിൻ്റെ കാലത്ത് 50 ഏക്കറോളം സ്ഥലം ശ്രീ MP വീരേന്ദ്രകുമാർ സൗജന്യമായി അന്ന് സർക്കാരിന് വിട്ടു നൽകി. അവിടെ ആശുപത്രിക്കുള്ള തറക്കല്ലിട്ടു. ശ്രീമാൻ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു. അതേ സ്ഥലത്ത് ഭരണമാറ്റം ഉണ്ടായപ്പോൾ ശൈല ടീച്ചർ ഒരു തറക്കല്ലും കൂടി ഇട്ടു. അപ്പോഴേക്കും പ്രളയം വന്നു. അപ്പോൾ ഈ പ്രദേശം പ്രളയം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ LDF സർക്കാർ പ്രപ്പോസൽ ക്യാൻസൽ ചെയ്തു. പിന്നീട് 2021 ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് മാനന്തവാടി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി പ്രഖ്യാപിച്ചു. ഇപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ കാരണം ഇതിൻ്റെ അടുത്തുള്ള ഡെവലപ്പ് ചെയ്യേണ്ട പ്രദേശങ്ങളൊക്കെ ഫോറസ്റ്റിൻ്റെ വീടാണ്. ഏതാണ്ട് 20 ഏക്കറോളം സ്ഥലം ഫോറസ്റ്റ് വിട്ടു തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. അതിന് പകരം സ്ഥലം ഞങ്ങൾ കണ്ടെത്തി കൊടുക്കാം, ഫോറസ്റ്റിന് കൈമാറാൻ എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് പെർമിഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും വീരേന്ദ്രകുമാർ വിട്ടുകയെന്ന 50 ഏക്കർ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ മാനന്തവാടിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ മറ്റ് പ്രാദേശിക പ്രശ്നം, ഒന്നാമത് സ്ഥലം സെലക്ട് ചെയ്തതിന് തികച്ച അശാസ്ത്രീയമായിട്ടാണ് സ്ഥലം സെലക്ട് ചെയ്തത്. പക്ഷേ ഒരു സർക്കാർ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് വേറെ സർക്കാർ ക്യാൻസൽ ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിന് ഫോറസ്റ്റ് കൂടെ സഹായിച്ചാൽ മാത്രമേ അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അത് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ഡോക്ടറെ കുറ്റപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ്. ഉടൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ ഡോക്ടറെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള. നടപടി എടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയാം, പല ആശുപത്രികളുടെയും കെട്ടിടങ്ങളുണ്ട്. കിഫ്ബി ഉപയോഗിച്ച് കെട്ടിടം പണിതും ഓരോടത്തും ഡോക്ടർമാരുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ കഴിഞ്ഞ സർക്കാരിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാനല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഏതായാലും ഞങ്ങൾക്ക് കുറേ കെട്ടിടങ്ങൾ കിട്ടിയിട്ട് അതിലൊക്കെ ഡോക്ടർമാരെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്, ഡോക്ടർമാരെയും സ്റ്റാഫിനെ. അപ്പോൾ ആ കെട്ടിടം പ്രവർത്തിക്കാമല്ലോ. ആ കേസ് എനിക്കും അറിയാം, മുഖ്യമന്ത്രിക്ക് അറിയാം. ഞങ്ങളിന്ന് ക്യാബിനറ്റിലെ കാര്യം ആലോചിക്കട്ടെ, മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് ചെയ്യാം. തീർച്ചയായിട്ടും അല്ല, അത് നോക്കാം, അത് പരിശോധിക്കാം. അതിൻ്റെ പ്രൊവിഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിപ്പോൾ അന്ന് CM ആയിട്ട് ആലോചിക്കട്ടെ. ഞാനതുകൊണ്ടാണത് അതിനെക്കുറിച്ച് ഓപ്പൺ കമൻറ്റ് ചെയ്യാത്തത്. അതിൻ്റെ നിയമവശം കൂടെ നോക്കണം. ഏതായാലും അവർക്ക് അങ്ങനെ തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ വശം പരിശോധിച്ച് കൊടുക്കാം. അതായത് അന്ന് ആരാണ് ഈ ഇഞ്ചക്ഷൻ എടുത്തത്, അവരാരാണെന്ന് കണ്ടുപിടിച്ച് അവർക്ക് പറയാനുള്ള കൂടെ കേട്ടതിന് ശേഷം ഏതായാലും നടപടി സ്വീകരിക്കുന്ന കാര്യം ഉറപ്പാണ്. ഈ റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നില്ല. എന്തായാലും നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നിയത്. ഇതിനൊരു വെള്ളപൂശൽ റിപ്പോർട്ടാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ എടുത്തതല്ല യാഥാർത്ഥ്യമാണ്. അതായത് ഇഞ്ചക്ഷൻ എടുത്തത് 2023 ഈ 3 വർഷത്തിനിടയ്ക്ക് അവർ ഇതുവരെ
ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ആശുപത്രിയെ സമീപിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 3 വർഷത്തിനിടയ്ക്ക് അവർ മറ്റു വല്ല സ്ഥലത്തും പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തോ എന്നൊക്കെയാണ് ഇതിന് സംശയം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകുന്നില്ല. അന്ന് ഇഞ്ചക്ഷൻ എടുത്ത ആരാണ് അത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ റിപ്പോർട്ടുകളും കിട്ടിയ ഉടനെ അങ്ങനെ അത് അംഗീകരിക്കില്ല. ഈ റിപ്പോർട്ട് എനിക്ക് വിശ്വാസമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്.